ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പം ദുബായിൽ നമ്മളുടെ ഹോട്ടൽ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഹലോ, അയ്യോ ഈ കുട്ടിയെ ഇവിടെ കാണുന്നില്ലല്ലോ. ഹലോ ഗായ്സ് പറ. ഇവിടുത്തെ ഒരു ഹോട്ടൽ റൂം ടൂർ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസ് വഴിയാണ് വന്നത്. അവർ ചെയ്തെന്ന ബുക്കിംഗ് അല്ല, അവർ ചെയ്തെന്ന ഹോട്ടലാണ്. നല്ല അടിപൊളി, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് നമുക്കത് റൂം പോലെ റിസോർട്ട് പോലെ തോന്നുന്നു, കാരണം അത്രയും സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാം. അത് ഒരു ബെഡ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബെഡ് കാണാൻ വേണ്ടിയിട്ട്. അത് കാണിച്ചു തരാം. കാണാനല്ല, അതിന്റെ ഒരു ഹൈറ്റും ഷേപ്പും ഒക്കെ ഞാൻ കാണിച്ചു തരാം. തുടങ്ങല്ലേ? യെസ്. അപ്പൊ നമ്മുടെ റൂം നമ്പർ വരുന്നത് 325 ഹോട്ടൽ നെയിം സത്യം നമ്മളെ പല വ്ളോഗ്സും നമ്മൾ തന്നെ പിന്നെ കാണാൻ ഭയങ്കര തുടങ്ങല്ലേ? തുടങ്ങിക്കോളൂ. അപ്പം ഇതാണ് നമ്മുടെ റൂം. വെൽക്കം ടു 325. അപ്പൊ ഇതാണ് നമ്മുടെ ദുബായ്. ഇത് അവര് വെച്ചതാട്ടോ, നല്ല സെറ്റ് ആക്കിയിട്ട് അവരിങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. ഇതൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാല് നമുക്ക് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. ചായന്റെ കാര്യം പറഞ്ഞപ്പോഴാ വിശക്കുന്നത്. നമുക്കിപ്പോ ഓർഡർ ചെയ്യാം ഫുഡ്. അപ്പം ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന ഏരിയ. പിന്നെ ടി വി കാണാൻ പറ്റുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സോഫയാണ്. നമ്മുടെ ഫസ്റ്റ് വീട്ടിലേക്ക് വേണ്ടി പോയി നോക്കിയപ്പം ഇങ്ങനെ ഒരു സോഫ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ അത് ഓർഡർ കൊടുത്ത്, പക്ഷെ നമ്മുടെ വീട്ടിൽ അത്രയും സ്പേസ് ലിവിംഗ് റൂമിൽ ഇല്ലാത്തതിനെ കൊണ്ട് അത് നമുക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഇതിലിരിക്കുമ്പോ അത് അന്ന് ലിവിംഗ് റൂമിൽ കൊണ്ടിരുന്നെങ്കിൽ നല്ല രസമായിട്ടാണ്. എന്നാലും അടിപൊളി ഒരു സോഫ കേട്ടോ. ഇത്രയും എന്റെ കാല് ഇത്രയും കൊള്ളുന്നുണ്ട്. നല്ല സുഖമായിട്ടിരിക്കാം. ഇവിടെ നമുക്ക് കെട്ടുന്ന നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ കിടക്കാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. വന്ന പഠനം നമ്മളെ നോട്ടയിലേക്കല്ലേ പോയത്. കറക്റ്റ് ഫസ്റ്റ് കേറി വന്നപ്പോ തന്നെ. പിന്നെ അവരൊരു ബൊക്കെ തന്നു. അത് നമ്മള് കാണിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിന്റെ മുന്നത്തെ വ്ളോഗിൽ എന്തായാലും. യെസ്. അപ്പൊ ഇവിടെ ടി വി വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഈ ഒരു വോളിന്റെ കളർ കണ്ടോ? ഈ ഒരു വോളിന്റെ കളർ നല്ല രസമുണ്ട്. പക്ഷെ എനിക്കത് ഏത് ടൈപ്പ് എന്ന് പറഞ്ഞുതരാൻ അറിയില്ല. ഒരു ബേജിന്റെ ഒരു ടെക്സ്ചർ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ഒക്കെ ആയിട്ട് ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള വോള്. അത് ഒരു ക്ലോത്ത് പോലെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. പെട്ടെന്ന് ദൂരെ നിന്ന് കണ്ടാൽ മറ്റേ നമ്മുടെ കാറ്റാടി മരങ്ങൾ കുറെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടോ പെട്ടെന്ന് കാണുമ്പോ. പക്ഷെ അതല്ല, ആക്ച്വലി ഇതൊരു ടെക്സ്ചർ ആണ്. പക്ഷെ എടുത്തുനിന്ന് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്, ദൂരെന്ന് ക്യാമറയിൽ മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലല്ലേ? വീഡിയോ എടുക്കല്ലേ ബാബു, കളിച്ചോട്ടോ. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഹാള് വരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ വരുന്നത് ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയില് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 3 കുപ്പി വെള്ളം വരുന്നുണ്ട്. അതിന് 2 വൈൻ ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നെ വൈൻ ഗ്ലാസ് കുടിക്കാനല്ലേ വൈൻ ഗ്ലാസ് വേണ്ട. വൈൻ ഇല്ല ഇവിടെ, നമ്മളത് വേറെ വാങ്ങേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഇവിടെയാണ് ഇതാ മിനി ബാർ മെനു. സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് എല്ലായിടത്തും കോമൺ ആണ്, നാട്ടിലൊക്കെ തന്നെ. അപ്പം ഇവിടെ നമ്മുടെ ഇത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയാ ചായന്റെ മറ്റേ നമ്മള് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈറ്റിങ്. നല്ല ലൈറ്റിംഗ് ആണ്, നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടില്ല. പിന്നെ അവിടെ നമ്മുടെ ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങളുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ കാണാതെയാവും. ഇവിടുത്തെ ചോക്ലേറ്റും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര, സ്നിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇതാണെന്നൊക്കെ എല്ലാരും പറയലുണ്ട്. അപ്പൊ അവിടെ അതുകൊണ്ട് വേഗം വീഡിയോ എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയും. പിന്നെ ഇവിടെ നമുക്ക് ഒരു മറ്റേ ഡ്രസ്സൊക്കെ ഇടാനുള്ള ഒരു ഹാങ്ങർ ഏരിയ ഉണ്ട്. നമ്മൾക്ക് ഓരോ ദിവസത്തെ ഔട്ട്ഫിറ്റ് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അയൺ ചെയ്ത് തൂക്കി ഇങ്ങനെ ഇട്ടിട്ട് വെക്കാം. പക്ഷെ അയൺ ബോക്സ് ഇല്ലാന്ന് തോന്നുന്നല്ലേ? അയൺ ബോക്സ് സ്റ്റീം ആണോ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. പിന്നെ ഈ ലൈറ്റ് നമുക്ക് ഓഫ് ആക്കാം, ഓൺ ആക്കാം, അങ്ങനെ. പിന്നെ ഇവിടെ എന്റെ ഫേവറേറ്റ് മിറർ കണ്ണാടി ഉണ്ട്. ഞാൻ ഇതിന്റെ ഗിംബൽ പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് ക്യാമറ ഒരു വഴിക്ക് ഞങ്ങളൊരു വഴിക്ക്. എന്റെ കോസ്റ്റ്യൂം മൊത്തം ഡിസൈൻ ചെയ്തത് ഈ കളർ നീ തന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞാല് ഞാനന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു. പിന്നെ ബാത്റൂം. ഇവിടെ ബാത്റൂം ഒന്ന് ബാത്ത് ടബിൽ കുളിക്കണം. ബാത്റൂം പ്ലസ് ടോയ്ലറ്റ് ആണ് വരുന്നത്.
ഇവിടെ ക്ലോസറ്റ് ഏരിയ വരുന്നുണ്ട്. പിന്നെ 2 ഉണ്ട്. എനിക്ക് ബബൂഷിന് ഒരേ സമയം പല്ലേക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബാട്ടം. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാ റൂംസിലും കോമൺ ആണല്ലോ, ബാട്ടപ്സ് ഉണ്ടാവും. അമ്മ വന്നതിന്റെ ക്ഷീണത്തിൽ ഇവിടെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇല്ല, കിടന്നോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെഡ്റൂം. അപ്പൊ ആലോചിക്കണം, ഫസ്റ്റ് ഒരു ഹോള്, പിന്നെ നമുക്കൊരു പാസ്വേ ഇത്രയും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു ബെഡ്റൂം. അപ്പം ബബ്ലുവിന് ഇങ്ങനെ ഓടി കളിക്കാൻ പറ്റും അത്രയും സ്ഥലമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു ബെഡ് ഇതാട്ടോ, നമ്മുടെ കിഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ 2 സൈഡിലും ഒരു വീഴാതിരിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 2 കുട്ടികളെ അവിടെ കിടത്തിയാല് സെറ്റ് ആയിരിക്കും, അച്ഛനും അമ്മയ്ക്കും അവിടെ കിടക്കാനും. അങ്ങനെ അപ്പൊ ഈ ഒരു ബെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിന്റെ ഒരു ഹൈറ്റും ഇരിക്കാൻ എനിക്ക് കുറച്ചുകൂടി ഹൈറ്റ് വൈസ് എനിക്ക് സുഖം തോന്നിയത് ഈ ഒരു ബെഡ്. നല്ല ഒരു ഇത് തോന്നി. ബബ്ലുവിന് പെട്ടെന്ന് ഓടി കയറാനും ഓടി ഇറങ്ങാനൊക്കെ അതിൽ പെട്ടെന്ന് പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്. ഇത് കണ്ടോ, ബബ്ലൂസ് വന്ന പാടന്നെ ഇതിൽ കളിയാണ്. ഈ ഒരു പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആട്ടോ. ഫ്ലൈറ്റ് ശരിക്കും നെക്സ്റ്റ് 8 മണിക്ക് അല്ലേ, 8 മണിക്ക് നമുക്ക് പോകണം. പക്ഷെ ഈ ഒരു ബെഡ് കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എങ്ങാനും ഇതിൽ അറിയാതെ കിടന്നു പോയാലും അവിടെ തന്നെ കിടന്നു പോകുന്നു. അത്രയും സുഖമുണ്ട്. അയ്യോ, ഇത് ഇപ്പൊ ഈ പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആട്ടോ. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും എല്ലാം നമ്മളൊന്നും അറിയണ്ട. നല്ല ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസം. ഞാൻ ഹോട്ടലിൽ നിന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു റൂം മാത്രമായിരിക്കും നമുക്ക് കിടക്കാൻ വേണ്ടിട്ട് മാത്രം. പക്ഷെ ഒരു അടിപൊളി സൂട്ട് റൂം തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതാ ഇവിടെ നമുക്കൊരു TV വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ലോക്കർ, പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട സ്ലിപ്പേഴ്സ്, പിന്നെ വെയിറ്റ് നോക്കണ്ട. എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോ പെട്ടി തൂക്കാൻ എന്തായിരിക്കും. പെട്ടി തൂക്കാനാണെന്ന്. പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ബബുശേഷ് സാധനം കാണിച്ചാലേ. പിന്നെ അമ്മേന്റെ മടിയിൽ വായോ, ഓക്കെ. അമ്മ തല കറക്കണ്ട. അവനല്ല, എനിക്കാ തല കറങ്ങിയത്. വയസ്സായി ഗൈസ്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഈ ഒരു കേർട്ടൻസ് ഒക്കെ നീക്കിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആടി പുറത്ത് നോക്കി ഒരു ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് അതിന് സമയം കിട്ടുമെന്ന് അറിയൂല. പക്ഷെ ഹെയർ ഡ്രയർ ഉണ്ട്, പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ. ഓൾറെഡി അതൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്കാനർ. അയ്യോ ഒന്നുമില്ല. പിന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്, കണക്ട് ചെയ്യണം. ഇവിടെ അപ്പൊ ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യണമെങ്കിലോ, ഞങ്ങൾക്കാകുമ്പോ ഞങ്ങൾക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ അതാണ് നമ്മുടെ റൂം 2. അപ്പം നമ്മള് ഒരു ഷഡേ എന്ന് പറഞ്ഞൊരു റൂം ടൂർ ചെയ്താണ്. എന്തായാലും ഇനിയും വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു വിചാരിച്ചു. കാരണം ഇതാണ് നമ്മുടെ ദുബായിലെ റൂം. അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഓ ബൈ. അപ്പൊ നമ്മുടെ പാക്കേജും കാര്യങ്ങളും മൊത്തം ചെയ്യുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവർ എല്ലാ രാജ്യത്തേക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പാക്കേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി. Our travel partner, Budget Holidays.